നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആന്റി, ആപത്ത് വന്നു. എന്താ ഇവിടെ? നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു മുമ്പേ ഇവര് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ ജോലിക്കാരന്റെ ദേഹത്ത് ദേവി കയറി. ഇനി ആരുടെങ്കിലും ശരീരത്തില് ഭദ്രകാളി കയറുവോ? എന്തിന്? നിങ്ങളെ നന്നാക്കാനോ? ഈ ജീവിതത്തിൽ നിങ്ങൾ നന്നാവത്തില്ല. അതിന്റെ തെളിവല്ലേ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മയാണ് പോലും. ആ വാക്കിന്റെ അർത്ഥം അല്പമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ മാന്യത കാണിക്കില്ലായിരുന്നു നിങ്ങള്. ഞാൻ അമ്മയാണ് എന്റെ മക്കൾക്ക്, എന്റെ മക്കളുടെ മാത്രം. തിന്നോട്ടെ അച്ഛാ, കോഴിയോ ആടോ. ഇനി അതും പോരെങ്കില് ഏതെങ്കിലും മനുഷ്യനെ വെട്ടി വേവിച്ച് കഴിക്കട്ടെ നാശങ്ങള്. ഈ പ്ലേറ്റിലിരിക്കുന്ന മാംസം ഉണ്ടല്ലോ, അതിനുടമയായ മൃഗമുണ്ടല്ലോ, അതിനുള്ള സെൻസ് പോലും ഇല്ലാത്ത കുറച്ച് വൃത്തികെട്ട ജന്മങ്ങളായി ഇരിക്കുന്നത്. എനിക്കിത് വേണമെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് കളയാം. ഇത് കഴിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈ അടിച്ചോടിക്കാൻ ശ്രമിച്ചാൽ ഒരൊറ്റ എണ്ണം ചോദിക്കില്ല. അയ്യോ എന്റെ കൈ. പക്ഷേ ഞാനത് വേണ്ടെന്ന് വെക്കുക. നിങ്ങളോട് കെഞ്ചിയിട്ട് എനിക്ക് നന്ദിനിയെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. നന്ദിനി അല്ലാതെ തന്നെ എഴുന്നേറ്റ് വരും. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചാലേ എന്റെ ഭാര്യക്കത് നാണക്കേടാ. അച്ഛൻ വയ്ക്കൂ, അവര് കഴിക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണക്ക് തീർക്കാനൊരവസരം സൂര്യയുടെ മുമ്പിൽ വന്നാൽ ഒരു വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല. അന്ന് ചോദ്യം ചെയ്യാനോ വിരൽ ചൂണ്ടാനോ ഏതെങ്കിലും ഒരാൾ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതായിരിക്കും നിങ്ങളുടെ അവസാന ശ്വാസം. കഴിച്ചു പത്മ, എല്ലാം നന്നായിരിക്കട്ടെ. ഓ, മമ്മി നിങ്ങൾ കഴിക്കൂ. വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തോൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. ഉള്ള കാര്യം പറയണല്ലോ, മട്ടൻ ബിരിയാണിക്ക് വല്ലാത്ത ടേസ്റ്റാ. നന്ദിനി, എന്തു പറ്റി? എനിക്ക് ഒട്ടും വയ്യ ആരതി. അയ്യോ, ഉള്ളിലൊക്കെ എന്തൊരു പകച്ചില് പോലെ. കുറച്ച് വെള്ളം എടുത്ത് തരട്ടെ? വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ആരതി, എന്തിനാ ദൈവം എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. പരീക്ഷിക്കുന്നത് ദൈവമല്ല, മനുഷ്യരാ. വീട്ടിലെ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞ സാധനങ്ങള് കരുതി കൂട്ടി കഴിച്ചോണ്ടിരിക്കുക. അവർക്ക് ആർക്കെങ്കിലും ഇത് വരുമ്പോഴേ മനസ്സിലാവും. വേണ്ട, ആരെയൊന്നും പറയണ്ട.